മലയാള വാർത്താ ചാനൽ ലോകത്തെ മുൻനിരക്കാരുടെ കൂടുമാറ്റങ്ങൾക്കിടയിലും കുലുക്കമില്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ. മറ്റ് ചാനലുകളെ മാധ്യമപ്രവർത്തകരുടെ കൂടുമാറ്റം സാരമായി ബാധിക്കുമ്പോൾ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. 2026 മൂന്നാം വാരത്തിലെ ബാർക്ക് പുറത്തു വരുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് അട്ടിമറികൾ ഇല്ലാതെ 93 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ്. 79 പോയിന്റുമായി റിപ്പോർട്ടർ ടിവിയാണ് രണ്ടാം സ്ഥാനത്ത്. മനോരമ ന്യൂസിന്റെ കടുത്ത പോരാട്ടത്തെ മറികടന്ന് 45 പോയിന്റുമായി 24 ന്യൂസ് മൂന്നാം സ്ഥാനം നിലനിർത്തി. 41 പോയിന്റുമായി മനോരമ ന്യൂസാണ് നാലാം സ്ഥാനത്ത്. 28 പോയിന്റുമായി മാതൃഭൂമി അഞ്ചാം സ്ഥാനവും 1 പോയിന്റ് വ്യത്യാസത്തിൽ, അതായത് 27 പോയിന്റുമായി ന്യൂസ് മലയാളം 24x7 ആറാമതും, ജനം TV 24 പോയിന്റുകളുമായി ഏഴാമതും, 18 പോയിന്റുകൾ നേടി കൈരളി ന്യൂസ് എട്ടാമതും നിൽക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന്റെ ചാനലായ ന്യൂസ് 80 കേരള 10 പോയിന്റുമായി അവസാന സ്ഥാനത്താണ് എന്നതും ശ്രദ്ധേയം. മലയാള ചാനൽ രംഗത്ത് മാധ്യമപ്രവർത്തകരുടെ കൂടുമാറ്റം സജീവമായി തീരുന്ന ആഴ്ചകളിൽ വൻ അട്ടിമറികൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും പുത്തൻ ചാനൽ ബിഗ് ടിവിയുടെ കടന്നുവരവ് ഏതൊക്കെ ചാനലുകളെ ബാധിക്കും എന്ന് കാത്തിരുന്നു തന്നെ കാണണം. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ വരുന്ന പുതിയ ചാനലായ ബിഗ് ടിവിയിലേക്കാണ് വാർത്താ ചാനലുകളിലെ പ്രമുഖരുടെ കൂടുമാറ്റം നടക്കുന്നത്. ന്യൂസ് ചാനലുകളിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അവതാരകരും റിപ്പോർട്ടർമാരുമെല്ലാം വൻ പാക്കേജിൽ ബിഗ് ടിവിയുടെ ഭാഗമായി കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ, 24 ന്യൂസ് അടക്കമുള്ള ചാനലുകളിലെ മുൻനിര മാധ്യമ പ്രവർത്തകർ ഇവരിൽ ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് ബാധിച്ചിരിക്കുന്നത് 24 ന്യൂസിലാണ്. ബാർക്ക് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണ 24 ന്യൂസ് മനോരമയിൽ നിന്നും കടുത്ത വെല്ലുവിളി നേരിടുന്നു. സുജയ പാർവതി പോയിട്ടും റിപ്പോർട്ടറിന് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം. റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോഴും. എന്നാൽ 24 ന്യൂസിന്റെ കാര്യം അവതാളത്തിലാണ്. 24 ന്യൂസിൽ നിന്നാണ് നിരവധി മാധ്യമപ്രവർത്തകർ ബിഗ് ടിവിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഇനിയും പ്രമുഖ മാധ്യമപ്രവർത്തകർ 24 ന്യൂസ് വിടും എന്ന സൂചന ശക്തമാണ്. അത് 24 ന്യൂസിനെ കാര്യമായി തന്നെ ബാധിക്കും. മനോരമ 24 ന്യൂസിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. മനോരമയും 24 ന്യൂസും മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ സുജയ പാർവതി പോയപ്പോൾ തകർന്ന് തരിപ്പണമാകും എന്ന് കരുതിയെങ്കിലും റിപ്പോർട്ടർ ബാർക്ക് റേറ്റിംഗിൽ വലിയ ഇടിവൊന്നും സംഭവിക്കാതെ ശക്തമായി തന്നെ തുടരുകയാണ്. ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് കഴിഞ്ഞാൽ റിപ്പോർട്ടർ തന്നെയാണ് ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ പ്രമുഖർ പലരും ബിഗ് ടിവിയിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ സജീവമാണ്. ബിഗ് ടിവി ഹൈദരാബാദിലെ റെഡ്ഡി ഗ്രൂപ്പുകാരുടെ ടിവിയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിയന്ത്രിക്കുന്ന ചാനൽ. അടിമുടി കോൺഗ്രസ് ചാനലാണ് ബിഗ് ടിവി. കോൺഗ്രസ് ചാനലായ ജയ്ഹിന്ദ് ഇവിടെ ഉണ്ടെങ്കിലും അത് ജീർണിച്ച അവസ്ഥയിലാണ്. ജയ്ഹിന്ദിന് കോൺഗ്രസിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ബിഗ് ടിവിയുടെ കടന്നുവരവ് കോൺഗ്രസ് പ്രേക്ഷകരെ അതിലേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, ബി ജെ പി അനുകൂല വാർത്തകളും ബിഗ് ടിവിയിൽ വരും. കാരണം BJP അനുഭാവമുള്ള BJP കാരിയാണെന്ന് സ്വയം തന്നെ അവകാശപ്പെടുന്ന സുജയ പാർവതിയാണ് ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ. അങ്ങനെ സുജയ പാർവതി ചീഫ് എഡിറ്ററായ ബിഗ് ടിവി അത്ഭുതങ്ങൾ കാണിക്കും എന്നാണ് മാധ്യമലോകം കരുതുന്നത്. സുജയ പാർവതിയെ ബിഗ് ടിവിയിലേക്ക് കൊണ്ടുപോയത് അനിൽ അയിരൂരാണ് ബിഗ് ടിവിയുടെ ആശയങ്ങൾ തീരുമാനിക്കുന്നത്. ഏഷ്യാനെറ്റ് അടക്കം പല ചാനലുകളിലും പ്രവർത്തിച്ച് പരിചയമുള്ള അനിൽ അയിരൂർ ബിഗ് ടിവിയെ നയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ കൗതുകമുണ്ട് എല്ലാവർക്കും.
എന്തായാലും ശക്തമായ ഒരു ലോഞ്ചിങ്, ഇലക്ഷന് മുമ്പ് തന്നെ ശക്തമായ ഒരു ലോഞ്ചിങ് നടത്താൻ ഒരുങ്ങുകയാണ് ബിഗ് ടി വി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളാണ്. തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിൽ ബാർട്ടർ റേറ്റിംഗിൽ പരസ്പരം മത്സരിക്കും ചാനലുകൾ. അതിൽ ആരൊക്കെ വിജയിക്കും, ആര് ഒന്നാം സ്ഥാനത്തെത്തും, ആര് രണ്ടാം സ്ഥാനം നിലനിർത്തും എന്നൊക്കെ കാത്തിരുന്ന് കാണാം.